ഭാരതാംബയുടെ വിഷയം വന്നു. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. അതും ഭാരതാംബയുമായൊന്നും ഒരു ബന്ധവുമില്ല ശ്രീ അരുൺകുമാർ. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിലൊന്ന് പെഡഗോഗിയാണ്, കരിക്കുലമാണ്, സിലബസ് ആണ്. അതിൽ നിങ്ങൾ വ്യത്യാസം വരുത്തിയാൽ ഈ ഫണ്ട് തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിന്റെ കേസിൽ ഇങ്ങനെ തന്നെ പറയുന്നത്. പ്ലെയിന്റിഫ് എന്റൈറ്റിൽമെന്റ് ടു റിസീവ് ഫണ്ട്സ് അണ്ടർ ദ സമഗ്ര ശിക്ഷ സ്കീം ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022 and the PMC school scheme within Tamil Nadu are unconstitutional, illegal, arbitrary, unreasonable and consequently എന്ന് പറഞ്ഞിട്ടാണ് ആ പരാതി പോകുന്നത്. അതായത് ഇതിന്റെ ഒരു ഭാഗവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തമിഴ്നാട് കോടതിയിൽ പോയിട്ടുള്ളത്. ആ നിലപാട് CPM-ന് പാർട്ടി രേഖകൾക്കുള്ളിൽ മാത്രമേ കാണുന്നുള്ളൂ. പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അത് കാണുന്നില്ല. അതാണ് വ്യത്യാസം. ഇതിൽ കൃത്യമായി ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന PM ശ്രീ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായി നിരവധി കണ്ടീഷനിൽ ഉള്ളതിലാണ് ENP വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങളുടെ മന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊരു അണി ഞങ്ങൾ പുറകോട്ട് പോകില്ല. കൃത്യമായി തന്നെ ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിയിരിക്കുന്ന സമാനതകളില്ലാത്ത മുന്നേറ്റം, ആ മാതൃകാപരമായ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ഭാഗങ്ങളും നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് MOU കേരള സർക്കാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതിൽ പറയുന്നതാണ് ശ്രീ അരുൺകുമാർ. അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ഫണ്ട് തടയാൻ കഴിയും. താങ്കളുടെ ഈ സംശയം ഉണ്ടല്ലോ, ഭാവിയിൽ ഈ ഫണ്ട് നിഷേധിച്ചാൽ എന്തു ചെയ്യും അല്ലയ്യ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ സമയത്ത് ഇതേ LDF ഗവൺമെന്റ് തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശത്തോടെ സുപ്രീം കോടതി എങ്കിൽ സുപ്രീം കോടതി, ഹൈക്കോടതി എങ്കിൽ ഹൈക്കോടതി പോയി നിയമപരമായിട്ട് ചെയ്തോളും. ഇപ്പൊ തീരുമാനം കൃത്യമായി ഈ കേരളത്തിലെ 40 ലക്ഷം കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ്. നിഷേധിക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയ ഈ 1200 കോടി രൂപ തട്ടിപ്പിലൂടെ മാറ്റിവെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കുക എന്നതാണ്. അതുമായി പോകുമ്പോൾ ഇനി ഭാവിയിൽ ഫണ്ട് നിഷേധിച്ചാൽ അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നും മന്ത്രി V ശിവൻകുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ അരുൺകുമാർ. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന് പോലും പോകാതെ കീഴടങ്ങിയത് എന്തുകൊണ്ടാണ് ശ്രീ അരുൺകുമാർ? ഒരു കീഴടങ്ങിയിട്ടില്ല. ഞങ്ങൾ കൃത്യമായി ആധികാരികമായി പറയുന്നു. ഞങ്ങൾ ഗവർണറുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 153 മുതൽ 165 വരെ ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ആരാണ് ഗവർണർ. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയതല്ലേ എത്രയോ മാസങ്ങൾ ചർച്ച നടത്തി. അവിടെ തമിഴ്നാട് നടത്തിയതുപോലെ, നിങ്ങൾ സഖ്യകക്ഷി കൂടിയാണ് തമിഴ്നാട്ടിൽ, അവർ ചെയ്യുന്നത് പോലെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് നിയമ പോരാട്ടമല്ലേ എന്നുള്ളതാണ് ചോദ്യം. റൂസ ഫണ്ടിന്റെ കാര്യം മന്ത്രി തന്നെ എന്ന് പറഞ്ഞു. അതിൽ ചില കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് മാറ്റാവുന്ന ചോദിച്ചു. പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഓർമ്മയുണ്ടാകുമല്ലോ, അത് നടപ്പാക്കാൻ വേറെ സ്ഥലം നോക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇപ്പൊ എന്തായി? ഇപ്പൊ അത് അംഗീകരിച്ചു. അപ്പൊ CPM ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് സമ്പൂർണ്ണ കീഴടങ്ങലാണ് ചെയ്യുന്നത്.